ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജോവീസിൻ്റെ ബ്രൈഡൽ ബ്രൈറ്റനിങ് ക്രീമിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാനെപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ജോവീസിൻ്റെ വളരെ ഫേമസ് ആണ്, ഒരുപാട് നാച്ചുറലായിട്ടുള്ള പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ജോവീസ് എന്ന് പറയുന്നത്. അവരുടെ സൺസ്ക്രീനും അതുപോലെ തന്നെ മിക്ക പ്രൊഡക്റ്റും പാരബൻ ഫ്രീയുമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രൊഡക്റ്റാണ് ബ്രൈഡൽ, അതായത് ബ്രൈഡ്സിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് ബ്രൈഡൽ ഫേസ് ക്രീമും, പിന്നെ അതിൻ്റെ തന്നെ ബ്രൈഡൽ ഫേസ് വാഷ്, പിന്നെ അതിൻ്റെ ഫേസ് സ്ക്രബ്, ഫേസ് മാസ്ക്, അങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇവിടെ കൊച്ചിയിലൊക്കെ ഏറെക്കുറെ ബ്യൂട്ടി ഷോപ്പിലൊക്കെ എല്ലാം അവൈലബിൾ ആണ്. അതിന് പുറമെ ഓൺലൈൻ സൈറ്റുകളിൽ, അങ്ങനെ ബ്യൂട്ടി ഷോപ്പിൽ കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ ഓൺലൈൻ ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക എല്ലാ സൈറ്റുകളിലും ഇത് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഇത് ബ്രൈഡൽസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നോർമൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡെയിലി ഫേസ് ക്രീമാണ്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ 50 ഗ്രാമാണ് ട്യൂബ് വരുന്നത്. 50 ഗ്രാമിന് 265 രൂപയാണ് എമൗണ്ട് വരുന്നത്. നോർമലി എല്ലാ ക്രീമും പോലെ തന്നെ നൈറ്റ് ക്രീമാണ്. നൈറ്റ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക, ക്രീം അപ്ലൈ ചെയ്യുക. ചെറിയൊരു വൈറ്റ് കളറുള്ളൊരു ക്രീമാണ്. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് നേരത്തേക്ക് 10 മിനിറ്റത്തേക്ക് ചെറുതായിട്ടൊരു വൈറ്റ് കളറായിട്ട്, ഫേസിൽ വൈറ്റായിട്ട് എന്തോ അടിച്ച പോലെ തോന്നുമെങ്കിലും ഒരു 10 മിനിറ്റിന് ശേഷം ഫേസ് നന്നായിട്ട് അബ്സോർബ് ആവും. ചെറിയൊരു ഓയിൽ കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടാവുന്നൊരു ക്രീമാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിലടങ്ങിയിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞളാണ്. മഞ്ഞളിൻ്റെ എക്സ്ട്രാക്റ്റാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. മഞ്ഞൾ മാത്രമല്ല, സ്ട്രോബെറി ഫ്രൂട്ട് ജ്യൂസ്, പപ്പായ ഫ്രൂട്ട് ജ്യൂസ്, വാട്ടർമെലൺ ഫ്രൂട്ട് ജ്യൂസ്, ഹണി, ലെമൺ ഫ്രൂട്ട് ജ്യൂസ്, അങ്ങനെ ഒരുപാട് വിറ്റാമിൻസ് ഉള്ള ഫ്രൂട്ട്സിൻ്റെ എല്ലാം തന്നെ എക്സ്ട്രാക്റ്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് മാക്സിമം ഞങ്ങളെ ലൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അവർ തന്നെ പറയുന്നുണ്ട് ഒരുപാട് ബ്രൈറ്റൻ ചെയ്യില്ല, എന്നാലും നമ്മുടെ സ്കിൻ ടോണിന് കുറച്ചൊരു ടോൺ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്, രാത്രി ഇട്ടതിന് ശേഷം രാവിലെ നോർമൽ വാട്ടറിൽ കഴുകി കളയുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഫേസ് നന്നായിട്ട് ഒരു ഫ്രഷ് ലുക്ക് കിട്ടുകയും, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസത്തിൻ്റെ ഉപയോഗത്തിന് ശേഷം ഡാർക്ക് സ്പോട്ട്സ് നന്നായിട്ട് ഫെയ്ഡ് ആവുന്നതായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ ബ്രൈറ്റ് ഫേസ് ക്രീമിൻ്റെ തന്നെ ഫേസ് വാഷ് ഉണ്ട്. ഈ റെഡ് കളർ ട്യൂബ് തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള റെഡ് കളർ ട്യൂബാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ലായിട്ട്, അതായത് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ നല്ല നാച്ചുറലായിട്ടുള്ള സ്മെല്ലായിട്ടുള്ള ഒന്നാണിത്. ഞാനിത് വാങ്ങുന്നത് ഒരു 2 വർഷം മുമ്പാണ് ഇത് വാങ്ങിയത്. എൻ്റെ മാരേജിന് 2.5 വർഷം മുമ്പ്, എൻ്റെ മാരേജിന് ഒരാഴ്ച മുമ്പാണ് വാങ്ങിയത്. ഞാനങ്ങനെ വാങ്ങിയിട്ട് ഒരു 2-3 ദിവസം ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത്, യൂസ് ചെയ്യുമ്പോൾ സാധാരണ ഫേസ് ക്രീം അപ്ലൈ ചെയ്യില്ലേ, സെയിം എഫക്റ്റ് തന്നെയാണ്. ഞാൻ അധികം നാൾ യൂസ് ചെയ്തില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് നല്ല റിസൾട്ട് കിട്ടാതിരുന്നത്. പക്ഷേ ഒരിക്കലും ചീത്ത പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ ബാഡ് പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല, പിമ്പിൾ വരും ഒന്നൊന്നും പറയില്ല. കാരണം ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു ക്രീം യൂസ് ചെയ്താൽ എന്തൊക്കെ കിട്ടും അതെല്ലാം തന്നെ കിട്ടും. നല്ല മോയ്സ്ചറൈസിങ് ആണ്, ഫ്രഷ് ലുക്ക് മോർണിംഗ് കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. ഞാനിതിൻ്റെ ഫേസ് വാഷ് ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഫേസ് വാഷാണ്. ഫേസ് വാഷ് ഒത്തിരി നാൾ യൂസ് ചെയ്തു. പിന്നെ പെട്ടെന്ന്, അതായത് എൻ്റെ വീടിനടുത്ത് പെട്ടെന്ന് ഇത് കിട്ടില്ല. കുറച്ചുകൂടി ലുലു മോൾ, അതിനടുത്തുള്ള ബോഡി ഷോപ്പ് എന്നീ കടകളിലാണ് ഇത് കിട്ടുന്നത്. പിന്നെ അത്ര പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പിന്നെ ഹിമാലയ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് ഹിമാലയ ഫേസ് വാഷാണ് ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രാവിലെ കഴുകി കളഞ്ഞാലും നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വെയിലത്ത് പോകുമ്പോൾ SPF 15 ഉള്ള സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ന്യൂട്രോജീനയാണ്. നല്ല കവറേജ് തരും. സൺസ്ക്രീൻ നിങ്ങൾ ആയുർവേദിക് സൺസ്ക്രീൻ തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ന്യൂട്രോജീന ബെസ്റ്റാണ്. അങ്ങനെ സൺസ്ക്രീനിൽ അങ്ങനെ ആയുർവേദമാണോ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കേണ്ട. പാരബൻ ഫ്രീ ആയിട്ടുള്ള ഏത് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. PA+ നോക്കുക, UVA, UVB, സൺബ്ലോക്ക് നോക്കുക. ഇതൊക്കെ നോക്കിയിട്ട് ഓൾമോസ്റ്റ് നല്ലതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. സൺസ്ക്രീനിൽ അങ്ങനെ ആയുർവേദം അതല്ല, അങ്ങനത്തെ ഒരു സൺസ്ക്രീനിലില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ക്രീമിൻ്റെ കാര്യങ്ങൾ.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ബൈ ബൈ.